എറണാകുളം കണ്ണമാലിയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്. വൈപ്പിൻ മേഖലയിലും ഉണ്ട് ഈ കടലാക്രമണ പ്രശ്നം. കടൽഭിത്തി ഇല്ലാത്തതാണ് രണ്ടിടങ്ങളിലും പ്രധാന പ്രശ്നം. ടെട്രാപോഡ് കടൽഭിത്തി വന്നതോടെ സുരക്ഷിതമായ ചെല്ലാനത്തിന്റെ സമീപ പ്രദേശമാണ് കണ്ണമാലി. ഡാനി പോളും ശരണ്യ സ്നേഹജനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം ശരണ്യയിലേക്ക് ഒന്ന് പോകണം. ശരണ്യ, ഈ കടൽക്ഷോഭം എന്നുള്ളത് ദീർഘകാലമായി നമ്മുടെ തീരദേശവാസികൾ, നമ്മുടെ കടലിന്റെ മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നിരവധി വീടുകൾ എപ്പോഴും തകരുന്നു. അവർ പലപ്പോഴും അവരുടെ ജീവിതത്തിന്റെ മിക്ക പങ്കും അവർ ജീവിച്ചു തീർക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്, അതും വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ. ഇവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണവും അശാസ്ത്രീയമാണെന്നാണോ ഇവർ പറയുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താണ്? രഞ്ജിത്ത്, ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം അശാസ്ത്രീയമാണ് എന്നുള്ളതല്ല ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയം. മറിച്ച് ഈ ടെട്രാപോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണം കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു ദൃശ്യം കാണിച്ചു തന്നെ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അതായത് ടെട്രാപോഡുകൾ ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മാണത്തിന് കൃത്യമായ മാർഗരേഖകളുണ്ട്. ആദ്യം, അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇടങ്ങളിൽ ടെട്രാപോഡുകൾ അത് മണ്ണിൽ താഴ്ന്നു പോയിരിക്കുന്ന രീതിയിലാണ് ഈ വീടിന്റെ പിൻഭാഗം മുഴുവനായി ഇപ്പോൾ കടലെടുത്തു കഴിഞ്ഞിരിക്കുന്നത്. അതായത് 3 ദിവസത്തെ ഒരു കടലാക്രമണത്തിന്റെ ഭാഗമായാണ് ഈ വീട് ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അംഗനവാടിയിലേക്ക് ഇപ്പോൾ താമസം മാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ടെട്രാപോഡുകൾ വിന്യസിച്ചിരിക്കുന്ന രീതി കണ്ടോ? അതായത് കൃത്യമായി പാറക്കല്ലുകൾ, അത് വ്യത്യസ്ത വലിപ്പത്തിലുള്ള പാറക്കല്ലുകൾ, ആദ്യം ചെറിയ രീതിയിലുള്ള കല്ലുകൾ, അതിന്റെ മുകളിൽ വലിയ കല്ലുകൾ, അത്തരത്തിൽ ആദ്യം വിന്യസിക്കേണ്ടത് പാറയാണ്. പാറ വിന്യസിച്ച് അതിനെ കൃത്യമായി ആ കല്ലുകളെ കൃത്യമായി ലോക്ക് ചെയ്യണം. ആ ലോക്ക് ചെയ്തതിന് ശേഷമാണ് അതിന്റെ മുകളിലായാണ് ടെട്രാപോഡുകൾ നിർമ്മിച്ച ടെട്രാപോഡുകൾ സ്ഥാപിക്കേണ്ടത്. അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. ആ രീതിയിൽ ഇട്ടാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ കടൽക്ഷോഭത്തെ തടയാനായി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പല തീരങ്ങളിലും, ആലപ്പുഴയുടെ പലയിടങ്ങളിലും ടെട്രാപോഡുകളുടെ നിർമ്മാണം വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഈ കടലാക്രമണം എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ കൊണ്ടുവന്ന് അവിടെ ടെട്രാപോഡുകൾ അങ്ങ് ഇടുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഈ കൃത്യമായ പ്രൊസീജിയർ പാലിക്കാതെ, അല്ലെങ്കിൽ അത് എങ്ങനെ ലോക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ അത് പാലിച്ച് നടപ്പിലാകാത്ത ഇടങ്ങളിലെ തീരമാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ തോതിൽ കടലാക്രമണ ഭീഷണി അവർ നേരിടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡിലാണ്. ഇവിടെ 2 വീടുകൾ ഇതിനോടകം തന്നെ തകർന്നിരിക്കുന്നു. ഇനിയും നിരവധി വീടുകൾ, അതായത് ജനങ്ങൾ പറയുന്നത് 6ഓളം വീടുകൾ തകർന്ന സാഹചര്യമുണ്ട്. ഒപ്പം മാത്രമല്ല ഈ ഇടങ്ങളിൽ മാത്രമാണ് ഈ പ്രശ്നം പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഇടങ്ങളിൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന വീടുകളുണ്ടല്ലേ? ഈ എനിക്ക് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴല്ലേ ഇങ്ങനെ ആയത്? ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പം അന്നിങ്ങനെ സംഭവിച്ചത്. നിങ്ങളുടെയൊക്കെ ഒരു ജീവിതം എങ്ങനെയാണ്? ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം ദുരിതം തന്നെയാണ്. ഈ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ നേരത്തെ തന്നെ അവരോട് പറഞ്ഞു, ഇവിടെ കല്ലൊക്കെ കൊണ്ടുവന്ന് ഇടണം, ഇങ്ങനെ രൂക്ഷമാകുന്നതിന് മുമ്പ് പറഞ്ഞ ആരും കേട്ടില്ല. അങ്ങനെ സംഭവിച്ചതാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമായിരുന്നു ഒരു കടലാക്രമണം അത്ര രൂക്ഷമായി നിലനിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു കാലാവസ്ഥാ മാറ്റമൊക്കെ വന്നിട്ട് എന്നും ഇത് പ്രതിസന്ധി തന്നെയാണല്ലേ? എന്നും ഇങ്ങനെ തന്നെയാണ്. പിന്നെ മുതിർന്ന ആളുകൾ പറയുന്ന കണക്കല്ല ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടലിന് പിന്നെ ഈ ഓരോ ഇതുണ്ട്, പിന്നെ സമയങ്ങൾ, അതനുസരിച്ചല്ല ഇപ്പോൾ കടലിളക്കം. നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്തൊന്നും അല്ല കടലിളക്കം. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് കടലിളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പുറത്തെ വീട്ടിലേക്ക് ഉണ്ടായിരുന്ന ആളുകളൊക്കെ എങ്ങോട്ടാ മാറിയത്? ഞങ്ങൾ 2 കൂട്ടരും അംഗനവാടിയിലോട്ടാണ് മാറിയത്. അംഗനവാടിയിലാണ് താമസം. ഇവരുടെ വീട്ടിൽ 2 ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഈ അമ്മയും ഭർത്താവും, ഒപ്പം നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ കണ്ട് സംസാരിച്ച ആളാണ് അദ്ദേഹവും, ഒപ്പം 2 ഇവരുടെ മകനും മരുമകളും 2 പിഞ്ചു കുഞ്ഞുങ്ങളുമുള്ള ഒരു വീടാണ് ഇവിടെ. അവിടെയാണ് ഇവർ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസമായപ്പോൾ അതിശക്തമായ രീതിയിൽ, അത് നമ്മളിപ്പോൾ ഈ കാണുന്ന അവസ്ഥയൊന്നും അല്ല, ഒരു ഉച്ചയോട് അടുക്കുമ്പോഴത്തേക്കും രൂക്ഷമായ രീതിയിൽ വെള്ളം കയറി തുടങ്ങും. ഇപ്പോൾ പലയിടങ്ങളിലും മണൽച്ചാക്കുകൾ കൊണ്ടുവന്ന് നിറച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് അത്ര വിജയകരമായ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം അത്ര ശക്തമായ ഉച്ചയ്ക്ക് ശേഷം
കടൽ കയറ്റം വലിയ തോതിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തോട്ടപ്പള്ളിയൊക്കെ മണ്ണെടുപ്പും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയതോടുകൂടി ആലപ്പുഴയിലെ തീരശോഷണം അത് വലിയ രീതിയിൽ ആലപ്പുഴയുടെ തീരത്തെ മണ്ണ് പോകുന്നുണ്ട്. അത്തരത്തിലൊരു തീരശോഷണ പ്രശ്നം വലിയ തോതിൽ അഭിമുഖീകരിക്കുന്ന ഒരു ജനത കൂടിയാണ്. നമുക്കറിയാം, ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലേക്ക്, വയനാട് അടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ ഇപ്പോൾ ഒരു ചെറിയ പ്രകൃതിക്ഷോഭം വന്നാൽ പോലും വലിയ ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അത്തരത്തിൽ ഭയത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അമ്പലപ്പുഴ മാത്രമല്ല, അങ്ങ് മറ്റ് ഇടങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വടക്കൻ മേഖലയിലും രൂക്ഷമായ രീതിയിൽ കടൽക്ഷോഭം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തൊട്ടടുത്തൊരു അംഗനവാടിയിലാണ് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇതിന് ഇപ്പോൾ നമ്മൾ കണ്ട വീടിനെ ഇനി ഈ ലെയർ, അതായത് നമ്മളിപ്പോൾ കണ്ട ഈ ലെയർ മുഴുവനായി വീടുകൾ അപകടാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി ഇത്തരത്തിൽ കൃത്യമായ ഒരു പ്രതിരോധം സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ വീടുകൾ ഉൾപ്പെടെ അത്തരം പ്രശ്നങ്ങളിലാകും എന്നുള്ളതാണ്. അവർ തന്നെ മാനസികമായി മടുത്തൊരവസ്ഥയാണ്. കാരണം അവർ പറയുന്നത് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ മടുത്തിരിക്കുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ഇവർക്ക് പിന്നിലേക്കുള്ളവർ പോയപ്പോൾ ഇവർ പറഞ്ഞതാണ് തങ്ങൾക്ക് കൃത്യമായൊരു നിർമ്മാണം വേണമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല, അല്ലേ? നടന്നില്ല. ഇപ്പൊ ഞങ്ങളോ പോയി. ഇനിയുള്ള വീട്ടുകാരെങ്കിലും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. വീട് പോയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് കണ്ടിരുന്നു. എന്താ അവർ പറയുന്നത്? അവര് പെട്ടെന്ന് എല്ലാം ശരിയാക്കി തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞെല്ലാം പോയേക്കാണ്. നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപയാണ് സർക്കാർ തരാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നു. അത്തരത്തിൽ അപേക്ഷ കൊടുത്ത് നിങ്ങൾ ലിസ്റ്റിൽ വല്ലതും ഉള്ളവരാണോ? ലിസ്റ്റിൽ എഴുതി പോയിട്ടുള്ളവരാണ്. 10 ലക്ഷം കിട്ടിയാൽ നിങ്ങളുടെ പുനരധിവാസം പൂർണ്ണമാവുമോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഇല്ല. ഒന്ന് പറയൂ, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊന്ന് പറയൂ ചേച്ചി. 10 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്ഥലത്തിന് തന്നെ 1 സെന്റിന് 3 ലക്ഷം രൂപയോളം ആകും. 3 ലക്ഷം രൂപ ഞങ്ങൾ 3 സെന്റ് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി പെര വയ്ക്കാനുള്ള കാശില്ല. അങ്ങനെയാണ്. ഇച്ചിടെ കൂട്ടിത്താന്ന് പറഞ്ഞാൽ അതുമില്ല. അതാണ് ഇവിടെ ഇത് ഇപ്പൊ ഹൈവേയുടെ കുറെ കൂടെ അടുത്ത സ്ഥലമാണ്. നല്ല വിലയുണ്ട് ഇവിടെയൊക്കെ സ്ഥലങ്ങൾക്കും. അപ്പൊ ഇവര് എങ്ങനെ പോയി ജീവിക്കും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, ഈ തകർന്ന പുറകുവശത്ത് നമ്മൾ കണ്ട തകർന്ന വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മയും കുഞ്ഞുമാണ്. 2 മക്കളല്ലേ? 2 പേര്. ഒരാള് സ്കൂളിൽ പോയി, രാത്രികൾ എങ്ങനെയാണ് കടന്നു പോകുന്നത്? ആകെ ഒരു പേടിച്ചാ ഇവിടെ നിൽക്കുന്നത്. എപ്പോഴാ ഏത് നിമിഷം വേണേലും പോവാം. ഇപ്പൊ ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്നത്, അങ്ങോട്ട് ക്യാമ്പിലാണ്. അംഗനവാടിയിലാണെങ്കിലും നിങ്ങൾ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇവിടെ വന്നല്ലേ കഴിക്കുന്നത്? ഇവിടെ വെച്ച് ഉച്ചയ്ക്ക് എല്ലാം വെച്ച് കഴിക്കും. അപ്പോൾ അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അവിടെ അംഗൻവാടി ക്ലാസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. കുഞ്ഞു പിള്ളേരാണല്ലോ, അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ നിങ്ങൾ പകൽ സമയങ്ങളിൽ ഈ തകർന്ന വീടിന്റെ ഭാഗത്ത് തന്നെ നിൽക്കും, രാത്രി അംഗൻവാടി പോയി കിടക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം എത്ര പേരുണ്ട് അവിടെ? ഞങ്ങളുടെ ഒപ്പം ഒരച്ഛനും അമ്മയും, ആ വീട്ടിലെ അച്ഛനും അമ്മയും മോനും, ഞങ്ങൾ ഫാമിലി, ഞങ്ങൾ 2 കൂട്ടരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ വീട് എന്തായാലും പോകുന്ന അവസ്ഥയാണ്, താമസിക്കാൻ കഴിയില്ല. തുടർന്ന് എന്തായെന്നുള്ളതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഒന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളെ എങ്ങോട്ടെങ്കിലും നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 10 ലക്ഷം എന്നുള്ളത് ഒത്തിരി കുറഞ്ഞ ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് വെയിറ്റിംഗ് ഷെഡിനാണെങ്കിലും 14-15 ലക്ഷം രൂപയൊക്കെ അല്ലേ കൊടുക്കുന്നത്. ഒരു വീട് പണിയാനായിട്ട് എന്താണെങ്കിലും 10 ലക്ഷം രൂപ ഒന്നും ആവത്തില്ല. 3-4 ലക്ഷം രൂപയാണ് ഓരോ സെന്റ് സ്ഥലത്തിനും ചോദിക്കുന്നത്. ഈ 10 ലക്ഷം എന്നുള്ള ഇതൊന്ന് മാറ്റി തന്നാൽ വലിയ ഉപകാരമാണ്. അതാണ് അവർ പറയുന്നത്. പ്രായോഗികമായി ഇവിടെ അമ്പലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിൽ ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല രഞ്ജിത്ത്. അത് അവരുടെ കയ്യിൽ കിട്ടിയ അവർ പറയുന്നത് 3 സെന്റ് സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ഈ പണം തീരും. പിന്നെ എങ്ങനെ വീട് വെക്കും എന്നുള്ളതാണ്. എല്ലാം നഷ്ടമായ മനുഷ്യരാണ് ഓരോ വിധത്തിൽ. ഇപ്പൊ നമ്മൾ വയനാട് പറയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ പ്രകൃതിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നഷ്ടമായിട്ടുള്ള ഇടങ്ങൾ എല്ലാം നഷ്ടമായ മനുഷ്യരാണ്. ഇവരെയും ഒക്കെ ചേർത്ത് പിടിക്കേണ്ടതായി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ 10 ലക്ഷം, സർക്കാർ പറയുന്ന 10 ലക്ഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവർ. ശരണ്യാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അമ്പലപ്പുഴ മേഖലയിലെ കടലാക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്കിനിയും സ്വർണം വെള്ളി നിരക്ക്